ചർച്ച തൃപ്തികരമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു. പോസിറ്റീവാണെന്ന് അദ്ദേഹം പറയുന്നു. മാധ്യമങ്ങൾ എടുത്തു ചോദിക്കുമ്പോഴും അത് ഏത് രീതിയിലാണ് പോസിറ്റീവായി മാറിയത് എന്ന് അദ്ദേഹം പറയാൻ തയ്യാറാകുന്നില്ല. കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് പോകുന്നില്ല. മറ്റന്നാളത്തെ യോഗത്തിന് ശേഷം, അതായത് ലീഗ് നേതൃയോഗത്തിന് ശേഷം അന്തിമ തീരുമാനം അറിയിക്കാമെന്നാണ് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ തർക്കങ്ങൾക്കൊരു പരിഹാരമാകുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം നിലപാട് കടുപ്പിച്ചു തന്നെയായിരുന്നു. അവസാന വട്ടം വരെ 3-ാം സീറ്റ് എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയായിരുന്നു ലീഗ് നേതൃത്വം. ഒടുവിൽ രാജ്യസഭാ സീറ്റ് എന്ന കോൺഗ്രസിന്റെ നീക്കത്തിന് വഴങ്ങുകയാണോ? പക്ഷെ അത് തന്നെ ആയിരിക്കണം. കാരണം 3-ാം സീറ്റ് എന്നത് സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ല. അഷ്കർ അലി കരിമ്പ തന്നെ നൽകും. അഷ്കർ, രാജ്യസഭാ സീറ്റ് തന്നെയാണോ അനുനയത്തിൽ അവസാനത്തെ കാര്യമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അത് തള്ളുന്നില്ല. ചർച്ചകൾ തൃപ്തികരമാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. നേതാക്കളുടെ ശരീരഭാഷയിൽ നിന്നും അത് തന്നെയല്ലേ മനസ്സിലാകുന്നത്? വിനിത, തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൻ്റെ വിഷയത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ധാരണയായിരിക്കുന്നു എന്നാണ് നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം തീരുമാനം എന്താണെന്ന്, കോൺഗ്രസും ലീഗും നടത്തിയ ചർച്ചയിലുള്ള അന്തിമ തീരുമാനം എന്താണെന്ന് വ്യക്തമായി പറയാൻ ലീഗ് നേതാക്കളുടെ ആരും തന്നെ തയ്യാറായിട്ടില്ല. മറിച്ച് തൃപ്തികരമാണ് എന്നുള്ള ഒരു പരാമർശമായിരുന്നു ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ചർച്ച ഞങ്ങൾക്ക് തൃപ്തികരമാണ്, അന്തിമ തീരുമാനം അല്ലെങ്കിൽ പാർട്ടിയുടെ നിലപാട് എന്തായാലും അത് 27-ന് പ്രഖ്യാപിക്കും എന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. അല്പസമയത്തിന് തന്നെ കോൺഗ്രസ് നേതൃത്വം കൂടി മാധ്യമങ്ങളെ കാണും. ഈ കോൺഗ്രസിന്റെ നിലപാട് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസും ലീഗും ഒരുപോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നുള്ളതാണ്. മൂന്നാം സീറ്റ് വിഷയത്തിൽ കോൺഗ്രസും അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൻ്റെ വിഷയത്തിൽ ലീഗും രണ്ട് വിഭാഗവും ഇതുപോലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എം കെ മുന്നീർ അടക്കമുള്ള സീനിയർ നേതാക്കളുണ്ട്. എന്താണ് ലീഗിൻ്റെ ഒരു തൃപ്തികരമാണോ ചർച്ച? ചർച്ച തൃപ്തികരമാണ്. അതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകണമെങ്കിൽ പാർട്ടിയുടെ ലീഡർ എന്നുള്ള നിലക്ക് ഞങ്ങളുടെ ലീഡർഷിപ്പ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ലീഡർഷിപ്പ് പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ 27-ാം തീയതി ചർച്ച ചെയ്ത് മാത്രമേ ഞങ്ങൾക്ക് എന്തും പുറത്ത് പറയാൻ പറ്റും. മുസ്ലിം ലീഗ് 3-ാം സീറ്റ് വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തൃപ്തികരമാണ് എന്ന് പറയുമ്പോൾ ലീഗിന് ഒരു ഉറപ്പ് ലഭിച്ചു എന്നല്ലേ? അങ്ങനെയൊന്നും ഇപ്പോൾ നമുക്ക് ഒരു അനുമാനം വേണ്ട. ഞാൻ പറയുന്നത് മെറ്റീരിയൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓരോ ഡീറ്റെയിലിലേക്കും നിങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ആ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു മാൻഡേറ്റ് ഇപ്പം ഞങ്ങൾക്കില്ല. ആ മാൻഡേറ്റ് വരണമെങ്കിൽ അത് പാർട്ടി ലീഡർഷിപ്പ് ഇരുന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അത് അന്തിമ വാക്ക് പറയേണ്ടത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗിൻ്റെ അണികൾ വലിയ ആവേശത്തിലാണ്, ഇല്ലെങ്കിൽ അവരെ നിരാശരാക്കുന്ന തീരുമാനമായിരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളും ഭയങ്കരമായിട്ടുള്ള പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ ഒരു അന്തിമമായ മറുപടിക്ക് 2 ദിവസം കൂടി കാത്തിരിക്കുക. തൃപ്തികരമാണ് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ. പക്ഷെ തൃപ്തികരമാണെങ്കിലും ഞങ്ങൾക്ക് ഒരു മാൻഡേറ്റ് ഇല്ല. ഇത് പ്രഖ്യാപിക്കാനുള്ള മാൻഡേറ്റ് എന്ന് പറയുന്നത് അല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കണ്ടേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അതുപോലെ തന്നെ കോൺഗ്രസിന് ഇതെല്ലാം ഒരു അതിൻ്റെ മാൻഡേറ്റ് അന്തിമമായി സാദിഖ് അലി ശിഹാബ് തങ്ങളല്ലേ പറയേണ്ടത്. ഇതൊക്കെ 27-ന് ഉണ്ടാവും. അപ്പോൾ 27-ന് നിങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും അറിയാം. ഓക്കെ, അല്ല അതൊന്നും ഇപ്പോൾ പറയില്ല. ഓക്കെ. അഷ്കർ, എം കെ മുനീറും അത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ചർച്ച തൃപ്തികരമാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും പറയാനാകില്ല, ഇപ്പോൾ പറയാനാകില്ല. 2 ദിവസം കൂടി കാക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിനിത, ഈ ചർച്ചയിൽ ഉയർന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ 3-ാം സീറ്റ് വിഷയമാണെങ്കിലും രാജ്യസഭാ സീറ്റിൻ്റെ വിഷയമാണെങ്കിലും പരസ്യമായ ഒരു പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ, അഥവാ ഒരു നിർണായകമായ ചർച്ച നടക്കുകയും പരസ്യമായ പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്ത് അത് കോൺഗ്രസിനെയും ലീഗിനെയും ഒരേപോലെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ വിവാദത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ ഇരു വിഭാഗം നേതൃത്വത്തിൽ നിന്നും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നേരത്തെ കീറാമുട്ടിയായിരുന്ന ഒരു വിഷയത്തിൽ ഒരു അനുകൂല പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളത് ലീഗ് പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ KP മജീദ് യോഗശേഷം പുറത്തേക്ക് പോവുകയാണ്. പൂർണ്ണമായും തൃപ്തനാണ്. പറഞ്ഞു കഴിഞ്ഞൊക്കെ പറഞ്ഞു ഞാൻ വിളിക്കാം.
അതാ മുസ്ലിം ലീഗ് തൃപ്തനാണ് എന്ന് തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. അഥവാ ലോക്സഭാ സീറ്റിൽ വലിയൊരു സന്തോഷം പ്രകടിപ്പിക്കാത്തത് കൊണ്ട് തന്നെ മൂന്നാം സീറ്റിൻ്റെ ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ പോലും രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിലെങ്കിലും ലീഗിന് ഒരു ഉറപ്പ് ലഭിച്ചു എന്നാണ് നമുക്ക് അവരുടെ ശരീരഭാഷയിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും മനസ്സിലാവുന്നത്. പക്ഷേ അതിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ നടത്തുന്നത് ഒരു ആശങ്ക സൃഷ്ടിക്കുമെന്നുള്ളതാണ് നേരത്തെ തന്നെ കോൺഗ്രസും മുൻനിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്താൻ ഈ ലീഗ് നേതൃത്വം തയ്യാറാവാതിരുന്നത്. പക്ഷേ വൈകാതെ തന്നെ ഈ കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ധാരണകൾ എന്നതടക്കമുള്ള കാര്യത്തിൽ 27 ചേരുന്ന മുസ്ലിം ലീഗിൻ്റെ നേതൃസമിതി യോഗത്തിൽ ചർച്ച ചെയ്യും. ശേഷം സ്ഥാനാർത്ഥികളടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും തീരുമാനവും പ്രഖ്യാപനവും നടത്തുമെന്നാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. 27 കോഴിക്കോട് വെച്ചാണ് ഇപ്പോൾ നിർണായകമായ ആ യോഗം ചേരുന്നത്. അല്ല എന്താണ് മുസ്ലിം ലീഗ് തൃപ്തരാണോ എന്നുള്ളതാണ് ചർച്ച. പറഞ്ഞില്ലേ, മലയാളം പറഞ്ഞു, ഇംഗ്ലീഷും പറഞ്ഞു. അപ്പോൾ ആ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം KP മജീദ് അടക്കമുള്ളവർ പ്രതികരിക്കുന്നത് അവർ ആ പറഞ്ഞ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ലീഗ് പൂർണ്ണമായും തൃപ്തരാണ് എന്ന് പറയുന്നു. പക്ഷേ അന്തിമമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ കാര്യങ്ങൾ വ്യക്തമാക്കാനാവൂ, അല്ലെങ്കിൽ ധാരണാചിത്രം വ്യക്തമാക്കാനാവൂ എന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാജ്യസഭാ സീറ്റിൻ്റെ വിഷയത്തിൽ ഒരു ധാരണയിലേക്ക് ഇരു വിഭാഗം എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീത. അഷ്കർ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഈ രാജ്യസഭാ സീറ്റ് ലീഗിന് മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഈ രാജ്യസഭാ സീറ്റ് പ്രഖ്യാപനം ഉടൻ വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും പ്രഖ്യാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമെന്ന് കോൺഗ്രസ് മറുപടി നൽകുന്നു. പക്ഷേ അതിന് കാരണമായി പറയുന്നത് പ്രഖ്യാപിച്ചാൽ അത് തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അതിനും അവർ തയ്യാറായി എന്ന് തന്നെയാണോ, ലീഗ് തയ്യാറായി എന്ന് തന്നെയാണോ? അങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു, അതിനും ഈ കോൺഗ്രസിൻ്റെ മറുപടിക്കും തൃപ്തികരമായി എന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? കോൺഗ്രസിൻ്റെ മറുപടി അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ കെ സുധാകരനും VD സതീഷനും അതുപോലെ തന്നെ MM ഹസനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ ഇപ്പോഴും ആലുവ ഗസ്റ്റ് ഹൗസിലുണ്ട്. അവർ കൂടി പുറത്തിറങ്ങി കോൺഗ്രസിൻ്റെ നിലപാട് കൂടി അല്പസമയത്തിനകം വ്യക്തമാക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഈ ലോക്സഭാ സീറ്റ് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. രാജ്യസഭയുടെ വിഷയത്തിലും ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്താൻ കഴിയില്ല, ചർച്ച പിന്നീടാകാമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വം ആദ്യം സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ഇത്തരത്തിൽ രാജ്യസഭാ സീറ്റിൻ്റെ ഒരു ഉറപ്പോ അല്ലെങ്കിൽ അതിൻ്റെ പ്രഖ്യാപനമോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അധിക സീറ്റോ, ഇത് രണ്ടുമല്ലാത്ത ഒരു ഒത്തുതീർപ്പിനും സാധ്യമല്ല എന്ന് ലീഗ് നേതൃത്വം കടുത്ത നിലപാട് ആദ്യഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചിരുന്നു. ഈ ചർച്ചയിലുടനീളം അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ചർച്ച. സ്വാഭാവികമായിട്ടും രാജ്യസഭാ സീറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യണം എന്നതടക്കമുള്ള ചർച്ചകളും ലീഗ് കേന്ദ്രങ്ങൾ നടത്തുകയും ചെയ്തു. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ കോൺഗ്രസും ലീഗും ചർച്ച നടത്തുകയും പിന്നീട് ഒരു ഘട്ടത്തിൽ ലീഗ് നേതാക്കൾ പുറത്തിറങ്ങി ഈ യോഗത്തിലുണ്ടായ ധാരണകൾ ഒറ്റയ്ക്ക് ചർച്ച ചെയ്ത് വീണ്ടും കോൺഗ്രസും ലീഗും തമ്മിൽ വീണ്ടും ചേർന്നിരുന്ന് ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ആലുവ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ലീഗ് നേതാക്കളുടെ പ്രതികരണം വന്നത്. അഥവാ തങ്ങൾക്ക് തൃപ്തമായിരിക്കുന്നു, പക്ഷേ ധാരണയുടെ ചിത്രം എന്താണെന്ന് ഇപ്പോൾ പുറത്ത് പറയാൻ കഴിയില്ല. ചർച്ചയുടെ ആവശ്യമില്ല, ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ എന്നതിലേക്ക് ലീഗ് നേതാക്കൾ എത്തുകയാണ്. അതായത് ഇതുവരെയുള്ള അഷ്കർ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചർച്ചകളിൽ അവർ തൃപ്തരാണ് എന്ന് തന്നെയാണ്. നമുക്കറിയാം വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടായിരുന്നത്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് നീങ്ങുന്നത് ഉൾപ്പെടെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ചർച്ച നടന്നത്. UDF ഏകോപന സമിതി യോഗം മാറ്റിവെച്ചുകൊണ്ടാണ് ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് ആലുവ ഗസ്റ്റ് ഹൗസിൽ നടക്കുകയും ചെയ്തത്. ഏതായാലും രാജ്യസഭാ സീറ്റ് വഴങ്ങുന്നു ലീഗ് എന്നാണ് മനസ്സിലാകുന്നത്. ലോക്സഭാ സീറ്റിൽ മൂന്നാം ലോക്സഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നെങ്കിലും ഇന്നത്തെ ചർച്ചകളിൽ ഒരു തീരുമാനമായിരിക്കുന്നു. വിട്ടുവീഴ്ചയ്ക്ക് ലീഗും രാജ്യസഭാ സീറ്റ് നൽകിക്കൊണ്ട് വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസും തയ്യാറാകുന്നു. ചർച്ച തന്നെയാണ് നടന്നതെന്നും ഇനി സീറ്റിന്റെ കാര്യത്തിലും ചർച്ച ഇനി ഇല്ല എന്നും ലീഗ് നേതാക്കൾ വ്യക്തമാകുന്ന ഒരു സാഹചര്യം. വിനീത പറഞ്ഞ പോലെ തന്നെ അവരുടെ ഭാഷയിൽ നിന്നടക്കം അത് വ്യക്തമാണ്, തൃപ്തരാണ് എന്ന രീതിയിൽ തന്നെയാണ് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.